ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ ജിതിൻ. അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സുവർണ അവസരം വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആ സുവർണ അവസരത്തെക്കുറിച്ച് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് പേരൊക്കെ ഈ അവസരത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ ഭൂരിഭാഗം പേരും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഈ അവസരത്തെക്കുറിച്ച് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ എവിടെയാണ് ഈ അവസരം വരുന്നത്, ആർക്കാണ് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള അവസരം വന്നിട്ടുള്ളത് ISROയുടെ കീഴിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിലാണ് ഇപ്പോൾ അധ്യാപക വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന വേക്കൻസീസ് ആണ്. അപ്പം നമുക്കറിയാം ഇവിടെ ഒരു ഹൈ സ്കെയിൽ സാലറി വരുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ജോബിൻ്റെ കാര്യത്തിൽ വരുന്ന ഒരു പെർമനൻസി, നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റാറ്റസ്, എല്ലാ കാര്യത്തിലും എന്തുണ്ടായിരിക്കും, മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വാക്കൻസീസിനെ കുറിച്ചും ഏതൊക്കെ വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമേ പറഞ്ഞു, ISROയുടെ കീഴിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്കൂളുകളിലെ അധ്യാപക തസ്തികകളിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇപ്പം നിലവിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. യോഗ്യരായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപേക്ഷിക്കാനായിട്ടുള്ള ഒരു സുവർണ അവസരമാണ് വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓൺലൈനായിട്ട് അപേക്ഷ ആരംഭിക്കുന്നത് 16-ാം തീയതി, അതായത് ജൂൺ മാസം 16-ാം തീയതി മുതലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരം വരുന്നത്. രാവിലെ 10 മണി മുതൽ അപേക്ഷിക്കാനായിട്ട് പറ്റും. ഇനി അപേക്ഷ അവസാനിക്കുന്ന തീയതി എന്ന് പറയുന്നത് ജൂലൈ മാസം 7-ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു അവസരത്തെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നോക്കുക. എനിക്ക് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, വേഗം പോയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അവസാന സമയത്തേക്ക് കാത്തു വെക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇനി ഏതൊക്കെ ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു ഒഴിവ് വന്നിട്ടുള്ളത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർക്കാണ്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ മാത്സ്, TGT മാത്സ് ആണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതൊരു അൺറിസർവ്ഡ് ആയിട്ടുള്ള വാക്കൻസി ആണ്. യോഗ്യത എന്ന് പറയുന്നത് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അതായത് മാത്സ് ആൻഡ് ഇംഗ്ലീഷ് 50% മാർക്കോടെ ബിരുദം നേടിയിട്ടുണ്ടായിരിക്കണം, പ്ലസ് 50% മാർക്കോടെ BEdും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവിടെ ഈ മാത്സ്, TGT മാത്സ് എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ, നിങ്ങൾ ഫിസിക്സും കൂടെ എടുക്കേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്സ് ആൻഡ് ഫിസിക്സ് എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 50% മാർക്കോടെ ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, 50% മാർക്കോടെ BEdും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കൂടാതെ CTET പേപ്പർ 2 വിജയിച്ചിരിക്കണം. TGT ആണ്, ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്നതാണ്. സോ പേപ്പർ 2 എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇംഗ്ലീഷ്, ഹിന്ദി മാധ്യമങ്ങളിൽ പഠിപ്പിക്കാൻ കഴിവുണ്ടായിരിക്കണം. ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞാൽ പോരാ, അവിടെ എന്ത് വേണം, ഹിന്ദിയിലും കൂടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു വേക്കൻസി എന്ന് പറയുന്നത് TGT മാത്സ് ആണ്. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അൺറിസർവ്ഡ് ആണ്. കൂടാതെ ക്വാളിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്ക് അവിടെ ക്ലാസ്സുകൾ എടുത്തുള്ള പരിചയം ഉണ്ടായിരിക്കണം. ഇനി മറ്റൊരു വേക്കൻസിയാണ് TGT സയൻസ് എന്നുള്ളത്, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറുടെ തന്നെയാണ്. അവിടെ ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്, അതും റിസർവ്ഡ് ആണ്. SC കാറ്റഗറിക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുള്ള ഒരു വേക്കൻസിയാണ്. യോഗ്യതയായിട്ട് കൊടുക്കുന്നത് കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളിൽ 50% മാർക്കോടെ ബിരുദം ഉണ്ടായിരിക്കണം. കൂടാതെ 50% മാർക്കോടെ BEd ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്ലസ് എന്തും കൂടെ വേണം, CTET പേപ്പർ 2 ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ TGT ലെവലിൽ നമുക്കറിയാം അവിടെ CTET കാറ്റഗറി 2 ആണ് ക്വാളിഫയിങ് എക്സാം ആയിട്ട് വരുന്നത്, അത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെയും ഇംഗ്ലീഷും ഹിന്ദിയും കമ്പൽസറി ആണ്, നിങ്ങൾക്ക് 2 മാധ്യമങ്ങളിൽ കൂടെയും ക്ലാസ് എടുക്കേണ്ടതായിട്ട് വരും. സോ ഇംഗ്ലീഷും അറിയണം, ഹിന്ദിയും അറിയണം. അടുത്ത വേക്കൻസിയാണ് TGT വർക്ക് എക്സ്പീരിയൻസ്. TGT ലെവലാണ്, വർക്ക് എക്സ്പീരിയൻസ് ആണ്. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതും അൺറിസർവ്ഡ് ആണ്. യോഗ്യതയായിട്ട് വരുന്നത് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഓർ ECA എഞ്ചിനീയറിംഗിൽ 50% മാർക്കോടെ ബിരുദവും BEdും ഉണ്ടായിരിക്കണം. വർക്ക് എക്സ്പീരിയൻസ് ടീച്ചർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. TGT ലെവലാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ ECA എഞ്ചിനീയറിംഗിൽ 50% മാർക്ക്
പ്ലസ് BEd 50% മാർക്കോടെ പാസ്സായിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്ത വേക്കൻസി TGT തെലുങ്കാണ്. അപ്പോൾ തെലുങ്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ കയറിക്കൂടാത്തൊരു മേഖലയാണ്. അപ്പം അങ്ങനെ ഒരു വേക്കൻസിയും കൂടെ ഉണ്ട്. TGT തെലുങ്ക് വിളിച്ചിട്ടുണ്ട്. ഒരു ഒഴിവാണ് വരുന്നത്. റിസർവ്ഡ് ആണ്. ST കാറ്റഗറിക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുള്ളതാണ്. യോഗ്യതയായിട്ട് വരുന്നത് തെലുങ്ക് വിഷയത്തിലെ ബിരുദം, പിന്നെ കൂടാതെ എന്ത് വേണം, BEd ഉണ്ടായിരിക്കണം, ഓർ തെലുങ്ക് പണ്ഡിറ്റ് ട്രെയിനിങ്ങും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, BEd ഓർ തെലുങ്ക് പണ്ഡിറ്റ് ട്രെയിനിങ്. ഇനി അതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ടെറ്റ് അതല്ലെങ്കിൽ CTET പേപ്പർ 2 ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം കേട്ടോ. സ്റ്റേറ്റിൻ്റെ ടെറ്റ് അതല്ലെങ്കിൽ CTET പേപ്പർ 2 ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്തൊരു വേക്കൻസിയാണ് വരുന്നത് പ്രൈമറി ടീച്ചർക്ക് വേണ്ടിയുള്ള PRT കേട്ടോ. അതായത് TGT ലെവലിലും PRT ലെവലിലുമാണ് ഇപ്പം നിലവിൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ PRT ലെവൽ എന്ന് പറയുന്നത് പ്രൈമറി ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ആകെ 6 ഒഴിവുകളാണ് വരുന്നത്. അതിൽ 3 അൺറിസർവ്ഡ് ആണ്. ഒരു സീറ്റ് EWS കാറ്റഗറിക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു. 2 OBC കാറ്റഗറിക്ക് വേണ്ടിയിട്ടും റിസർവ് ചെയ്തിട്ടുള്ളതാണ്. യോഗ്യത എന്ന് പറയുന്നത് 50% മാർക്കോടെ +2 പ്ലസ് എന്താണ്, പ്രൈമറി എഡ്യൂക്കേഷനിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. രണ്ടും എന്താണ്, 50% മാർക്കോടെ പാസ്സായിട്ടുണ്ടായിരിക്കണം. CTET പേപ്പർ 1 വിജയിച്ചിരിക്കണം. പ്രൈമറി ടീച്ചറാണ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് CTET കാറ്റഗറി 1 ആണ്. ഓക്കെ, ഇനി ഇവിടെയും ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങളിൽ പഠിപ്പിക്കാനായിട്ടുള്ള കഴിവ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ TGT മാത്സ് വരുന്നു, TGT സയൻസ് വരുന്നുണ്ട്, TGT വർക്ക് എക്സ്പീരിയൻസ്, TGT തെലുങ്ക് ഉണ്ട്, പിന്നെ വരുന്നത് PRT അതായത് പ്രൈമറി ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള വാക്കൻസീസുമാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക. ഇതെനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൽ ഏതാണോ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഉടനെ തന്നെ എന്ത് ചെയ്യുക, പോയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ശമ്പളം ഒന്ന് നോക്കാം അല്ലേ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് പ്രായം അല്ലേ, ഏജ് ലിമിറ്റേഷനും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ TGT തസ്തികകളിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് പേ മാട്രിക്സ് ലെവൽ 7 അനുസരിച്ചുള്ള പേയ്മെൻ്റ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. 44,900 രൂപ മുതൽ 1,42,400 രൂപ വരെയാണ് നിങ്ങളുടെ സാലറി സ്കെയിൽ വരുന്നത്. കണ്ടോ, സാലറി സ്കെയിൽ എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേ സ്കെയിലാണ് വരുന്നത്. പ്രായപരിധി അതായത് TGT ലെവലിലോട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പ്രായപരിധി 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് വരുന്നത്. ഇനി പ്രൈമറി ടീച്ചർമാരെ സംബന്ധിച്ച് PRT ലെവലിലേക്ക് വരുമ്പോൾ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് പേ മാട്രിക്സ് ലെവൽ 6 അനുസരിച്ചാണ് സ്കെയിൽ വരുന്നത്. 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. അവിടെ പ്രായം എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതുകൂടാതെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് കേട്ടോ, അതും കൂടെ നമുക്ക് നോക്കാം. SC ST വിഭാഗങ്ങൾക്ക് 5 വർഷവും OBC വിഭാഗങ്ങൾക്ക് 3 വർഷവും പ്രായപരിധിയിൽ ഇളവുണ്ട്. ഓക്കെ, അപ്പോൾ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. വനിതകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാറ്റഗറിയിലും അവർക്ക് 10 വർഷത്തെ പ്രായ ഇളവ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വനിതകൾക്ക് ഏത് കാറ്റഗറിയാണ്, PRT ആണെങ്കിലും TGT ആണെങ്കിലും 10 വർഷത്തെ പ്രായ ഇളവ് ലഭിക്കുന്നുണ്ട്. SC ST വിഭാഗങ്ങൾക്ക് 5 വർഷത്തെ ഇളവാണ് വരുന്നത്. OBC വിഭാഗങ്ങൾക്ക് 3 വർഷവും പ്രായപരിധിയിൽ ഇളവുണ്ട്. ഇനി ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും അതായത് എക്സ് സർവീസ്മെനും ഒക്കെ നിയമാനുസൃതമായിട്ടുള്ള ഇളവുകൾ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് ഒരു അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. 250 രൂപ അപേക്ഷാ ഫീസും പ്രോസസ്സിംഗ് ഫീസ് എന്ന് പറയുന്ന 500 രൂപയുമാണ്. അങ്ങനെ രണ്ടും കൂടെ ചേർത്ത് ഒരു 750 രൂപയാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും അപേക്ഷാ സമയത്ത് അടയ്ക്കേണ്ടത് കേട്ടോ. 750 രൂപ. ഇതിൽ 250 രൂപ നമ്മൾ പറഞ്ഞ അപ്ലിക്കേഷൻ ഫീസാണ്, 500 രൂപ പ്രോസസ്സിംഗ് ഫീസാണ്. ഇനി എഴുത്തു പരീക്ഷയിൽ പങ്കെടുക്കുന്നവർക്ക് 500 രൂപ തിരികെ കിട്ടും. അതായത് പ്രോസസ്സിംഗ് ഫീ എന്താണ്, റീഫണ്ട് ചെയ്യുന്നതാണ്. ഇനി വനിതകള് അതേപോലെ തന്നെ SC ST ഭിന്നശേഷിക്കാർ വിമുക്ത ഭടന്മാർ തുടങ്ങിയവര് പരീക്ഷയ്ക്ക് ഹാജരായാൽ അവരുടെ മുഴുവൻ തുകയായിട്ടുള്ള 750 രൂപയും അതായത് അപ്ലിക്കേഷൻ ഫീസും പ്രോസസ്സിംഗ് ഫീസും എന്ത് ചെയ്യുന്നുണ്ട്, റീഫണ്ട് ചെയ്യപ്പെടുന്നതാണ്.
മറ്റുദ്യോഗാർത്ഥികൾക്ക് നമ്മൾ പറഞ്ഞു അല്ലേ, എക്സാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രോസസ്സിംഗ് ഫീസ് എന്ത് ചെയ്യുന്നുണ്ട്, റീഫണ്ട് കിട്ടുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഫീസ് നമ്മൾ കൊടുക്കേണ്ടത്? ഓൺലൈനായിട്ട് മാത്രമാണ് ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടത്. അല്ലാത്ത മാർഗങ്ങളിൽ കൂടെ എന്ത് ചെയ്യുന്നില്ല, ഫീസ് അവിടെ സ്വീകരിക്കുന്നില്ല. ഇനി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് അല്ലേ, എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്? മെയിനായിട്ടും വരുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് വരുന്നത്. കൂടാതെ സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഉണ്ട്, സ്കിൽ ടെസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അധ്യാപന മികവ് പരിശോധിക്കുന്നു. അതിനോടൊപ്പം തന്നെ ചോക്ക് ബോർഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും പഠിപ്പിക്കാനായിട്ടുള്ള കഴിവുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു സ്കിൽ ടെസ്റ്റ് യോഗ്യത നിർണ്ണയിക്കുന്നതിന് മാത്രമുള്ളതാണ്. അവിടെ 60% മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്കിൽ ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈഡ് ആകും. അന്തിമ തിരഞ്ഞെടുപ്പ് എഴുത്തു പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഓക്കെ, ഇനി അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, ഇത് എവിടെ നമുക്ക് കേരളത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുമോ, നമ്മൾ കൊടുത്തിട്ട് കാര്യമുണ്ടോ? വാക്കൻസീസ് വളരെ കുറവാണ്. നമുക്കറിയാം ഇന്ത്യയിലെ മുഴുവൻ പേരും കോമ്പീറ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ്. അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. കേരളത്തിൽ തിരുവനന്തപുരം, കോഴിക്കോട് എന്നീ നഗരങ്ങളിൽ നമുക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻസ് ഒക്കെ നോക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ISROയുടെ കീഴിൽ വരുന്ന സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ ഒരു അധ്യാപികയായിട്ട് അവിടുത്തെ സ്കൂളിൽ എനിക്ക് പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ പോയിട്ട് അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷിക്കേണ്ടത് എവിടെയാണ്? www.shar.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റും. അവിടെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫീസും കൊടുക്കുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓരോ തസ്തികയിലേക്കും പ്രത്യേകമായി വേണം അപേക്ഷിക്കാൻ. ചിലപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒന്നിൽ കൂടുതൽ അപേക്ഷകൾ കൊടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതെല്ലാം കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് ഫീസും കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ മറന്നു പോകേണ്ട ഈ ഒരു അവസരത്തെക്കുറിച്ച് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ മാത്രമേ ജോലി ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ജോലിയിലേക്ക് എത്താനായിട്ട് പറ്റില്ല. അപ്പോൾ എവിടെയാണെങ്കിലും പഠിപ്പിക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ്. അത് ഇഷ്ടത്തോടു കൂടി പോയിട്ട് ചെയ്യുക. നല്ല രീതിയിലുള്ളൊരു സാലറി സ്കെയിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ആ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ടീച്ചിങ് എക്സാംസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.